നമ്മുടെ എല്ലാം ജീവിതത്തിൽ പണത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. പണമില്ലാതെ ഭൂമിയിൽ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റില്ല. അതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. അപ്പോൾ പണമെന്ന് പറയുന്നത് ദൈവികാത്മകമായ രീതിയിൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? പണം എന്ന് പറയുന്നത് നമ്മൾ സാമ്പത്തിക ശാസ്ത്രം പഠിച്ചിട്ടുണ്ട്. മണി ഈസ് ദ ബേസിക് ഓഫ് എവറിത്തിങ്. മണി സാറ്റിസ്ഫൈഡ് അവർ നീഡ്സ് ആൻഡ് വാണ്ട്സ്. ഇതാണ് നമ്മൾ സാമ്പത്തിക ശാസ്ത്രത്തിൽ പഠിച്ചിരിക്കുന്നത്. എന്നാൽ ദൈവികമായ രീതിയിൽ പണം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഉദ്ദേശം നടപ്പിലാക്കാനുള്ള ഒരു ഉപകരണമാണ് പണം എന്ന് പറഞ്ഞാൽ. ദൈവത്തിന് ചില പദ്ധതികൾ നമ്മളുടെ ജീവിതത്തിലുണ്ട്. അത് നടപ്പിലാക്കാനുള്ള ഒരു ഡിവൈസാണ്, ഒരു ഉപകരണമാണ് പണം എന്ന് പറയുന്നത്. പരമ്പരാഗതമായിട്ട് നമ്മൾ പണത്തെ ഉപയോഗിക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യും, അല്ലേ? നമ്മുടെ കരിയർ ബിൽഡപ്പ് ചെയ്യും, എന്നിട്ട് ഒരു ജോലിയിൽ പ്രവേശിക്കും, പണം സമ്പാദിക്കും, മുന്നോട്ട് ജീവിക്കും. ഇതാണ് പരമ്പരാഗതമായിട്ടുള്ള ഒരു രീതി എന്ന് പറയുന്നത്. പക്ഷെ അവിടെ നമ്മൾ ഒരു വെൽത്തി പേഴ്സൺ ആകുന്നുണ്ടോ? ഇല്ല. എന്നാൽ പണം ഏറ്റവും കൂടുതൽ നമ്മളിൽ വരുമ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത്? പണം ഒരു തിന്മയാണെന്ന് നമ്മൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. പക്ഷെ പണം എങ്ങനെയാണ് തിന്മയാകുന്നത്? യഥാർത്ഥത്തിൽ പണം തിന്മയാണോ? അല്ല. ദൈവം നമ്മൾക്ക് അനുവദിച്ചിട്ടുള്ള ഒരു ഡിവൈസ് തന്നെയാണ് പണം. പണം ഒരു ഉപകരണമാണ്. പണം പക്ഷെ തിന്മയാകുന്നത് എപ്പോഴാണ്? നമ്മൾ അനാരോഗ്യകരമായിട്ട് അതിനെ കൈകാര്യം ചെയ്യുമ്പോഴാണ് പണം ഒരു തിന്മയായിട്ട് മാറുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും ചിന്തിക്കുക, പണം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ജ്ഞാനം ഉപയോഗിച്ചുകൊണ്ട് പണം ഉപയോഗിക്കുക എന്നുള്ളതാണ്. എപ്പോഴും ജ്ഞാനം വേണം, അറിവ് വേണം പണം എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത്. പണം കൂടുതലായിട്ട് വരുമ്പോൾ മനുഷ്യനവിടെ സംഭവിക്കുന്നത് എന്താണെന്നറിയോ? ജീവിതത്തിൽ വിരസത വരും. അതൊന്നും ചെയ്യാനില്ല, പണം എടുക്കുന്നു, ഉപയോഗിക്കുന്നു, ലാവിഷായി ജീവിക്കുന്നു. അപ്പോൾ പണം അവിടെ അസംതൃപ്തി കൊണ്ടുവരികയാണ്, ശൂന്യത കൊണ്ടുവരികയാണ്. അത് നമ്മുടെ ജീവിതത്തിന് തന്നെ ഒരു അനാവശ്യമായിട്ടുള്ള ചലനം കൊണ്ടുവരുമെന്നുള്ളതാണ്. എന്നാൽ പണം എന്തിനാണ് ദൈവം ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത്? പണത്തിൻ്റെ ഉദ്ദേശം എന്താണ്? മറ്റുള്ളവരെ സഹായിക്കാൻ, നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ, ഉത്തരവാദിത്തങ്ങൾ സൃഷ്ടിക്കാൻ, അവസരങ്ങൾ സൃഷ്ടിക്കാൻ. ഇതിനാണ് ദൈവം പണം ഭൂമിയിൽ സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് പണം എപ്പോഴും നന്മയ്ക്കായിട്ട് ശക്തമായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ്. ചില ആളുകളുണ്ട്, അവർക്ക് ഓരോ ദിവസം കഴിയുന്തോറും ജീവിത വിജയം വരുന്നത് കാണാം. എന്താ കാര്യം എന്നറിയാവോ? ചില ആളുകൾ അവരുടെ സമ്പന്നതയോടൊപ്പം അവരുടെ മനസ്സിൽ നന്മയും സൂക്ഷിക്കുമെന്നുള്ളതാണ്. അതായത് അവർ ഗ്രൗണ്ടഡ് ആയിരിക്കും. പണം സമ്പാദിക്കും തോറും ദൈവവുമായിട്ടൊരു അഗാധ ബന്ധം അവർ സൃഷ്ടിച്ചെടുക്കുമെന്നുള്ളതാണ്. തൽഫലമായിട്ട് അവർക്ക് നന്മ ഉണ്ടായിക്കൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. ഇവിടെയെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, പണം ജ്ഞാനപൂർവ്വം ഉപയോഗിക്കുക, അറിവോടുകൂടി ഉപയോഗിക്കുക എന്നുള്ളതാണ്. ചില ആളുകൾ ചിന്തിക്കാറുണ്ട്, എനിക്ക് കുറേ പണം കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ എല്ലാ പ്രശ്നവും തീർന്നു എന്ന് ചിന്തിക്കാറുണ്ട്. എന്നാൽ അത് ശരിയാണോ? ശരിയല്ല. പണം വരുംതോറും പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. പക്ഷേ അവിടെ ജ്ഞാനപൂർവ്വം, ബുദ്ധിപൂർവ്വം ആ പണം ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു ബുദ്ധിമുട്ടും വരില്ല എന്നുള്ളതാണ്. സാമ്പത്തിക ഭദ്രത ഉണ്ടാക്കാൻ നമ്മൾ ഒരിക്കലും ആരെയും കാത്തിരിക്കരുത് എന്നുള്ളതാണ്. നമുക്ക് സാമ്പത്തിക ഭദ്രത ഉണ്ടാക്കണമെങ്കിൽ ഒരു ജോലിയോടൊപ്പം തന്നെ ഒരു സൈഡ് ബിസിനസ് പെട്ടെന്ന് ആരംഭിക്കുക എന്നുള്ളതാണ്. എന്നിട്ട് കരുതലോടെ കാത്തിരിക്കുക. അതായത് വൈദഗ്ധ്യപരമായിട്ടുള്ള അവസരങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ജോലിയോടൊപ്പം കൃഷി ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ സൈഡ് ബിസിനസ്സായിട്ട് പഠിപ്പിക്കാവുന്നതാണ്. ടീച്ചിങ് ഒരു പ്രൊഫഷനായി എടുക്കാവുന്നതാണ്. അതുപോലെ ഫോട്ടോഗ്രാഫി ചെയ്യാവുന്നതാണ്, സ്റ്റിച്ചിങ് ചെയ്യാവുന്നതാണ്, ടൈലറിങ്, ഇതെല്ലാം ചെയ്യാവുന്നതാണ്. അതൊന്നും അത്ര അപമാനകരമായ കാര്യമല്ല. നമ്മുടെ ജോലിയോടൊപ്പം കുറച്ച് പണം ഉണ്ടാക്കാൻ നമ്മൾ ചെയ്യുന്നു എന്ന് മാത്രം. അതായത് നിങ്ങളുടെ ഫിനാൻഷ്യൽ ഡെസ്റ്റിനി നിങ്ങൾ ഏറ്റെടുക്കുക എന്നുള്ളതാണ്. പിന്നെ ഒരു ബിസിനസ് ഇട്ടു, അത് പരാജയപ്പെട്ടു, പക്ഷെ എന്ന് കരുതി പിന്മാറരുത്. വീണ്ടും വീണ്ടും നമ്മൾ ചെയ്യണം. വിജയിക്കുന്നത് വരെ, പണം ആർജിക്കുന്നവരെ നമ്മൾ ചെയ്യണം എന്നുള്ളതാണ്. അതായത് നിങ്ങളിവിടെ മനസ്സിലാക്കുക, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങൾ നടപ്പിലാക്കാനുള്ള ഒരു ഉപകരണമാണ് പണം.
ചില ആളുകൾ മോശമായി ചിന്തിക്കാറുണ്ട്. ഓ, പണം കുറേ വന്നു കഴിഞ്ഞാൽ ഞാൻ മോശക്കാരനായി മാറും. പണം കൂടുതൽ സൃഷ്ടിക്കുന്നത് അല്ലെങ്കിൽ സേവ് ചെയ്യുന്നത് പാപമാണ്. ആ പാപത്തിൽ നിന്ന് എനിക്ക് മോചനം കിട്ടില്ല, അന്നന്നത്തേക്ക് ജീവിക്കാനുള്ളത് മതി എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അത് വെറും ഫൂളിഷ്നെസ്സാണ്, വിഡ്ഢിത്തമാണ്. ദൈവത്തിന് ചില പദ്ധതികളുണ്ട്, ദൈവത്തിന് ചില ഉദ്ദേശങ്ങളുണ്ട്. ആ ഉദ്ദേശങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ നടപ്പിലാക്കാനായിട്ടാണ് ദൈവം പണം ഭൂമിയിലേക്ക് സൃഷ്ടിച്ചിരിക്കുന്നത്. ആ പണം ആവോളം സമ്പാദിക്കുക എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ നോളജ് വേണം, ജ്ഞാനം വേണം പണം നല്ലവണ്ണം കൈകാര്യം ചെയ്യുവാനായിട്ട്. അതോടൊപ്പം ദൈവവുമായിട്ടൊരു ആത്മീയ ബന്ധവും സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ വിജയിക്കും. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്.